അപ്പോൾ നമ്മുടെ ഏജന്റ് ന്യൂസ് ഇപ്പോൾ വന്നെത്തിയിരിക്കുന്നത് അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്തിലെ ആനപ്പന്തി പനക്കര എന്ന് പറയുന്ന സ്ഥലത്താണ്. നമ്മൾ ഈ വിമാനയാത്ര ഒക്കെ ഒരുപാട് കാണാറുണ്ട്. നമ്മൾ മുകളിൽ കൂടെയൊക്കെ ചെറിയൊരു പക്ഷീനെ പോലെയൊക്കെ വിമാനം പോവുക, ഒരുപാട് ഹൈറ്റിലൊക്കെ പോകുമ്പോൾ. ഇപ്പോൾ കണ്ണൂർ വിമാനത്താവളം വന്നപ്പോഴാണ് അടുത്ത് നിന്ന് നമുക്ക് വിമാനമൊക്കെ കാണാൻ വേണ്ടി സാധിച്ചിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ യാദൃശികമായിട്ട് വാർത്ത തേടി ഇങ്ങനെ വരുമ്പോൾ ഒരു സംഭവം അറിഞ്ഞു. എന്താണെന്നല്ലേ, 102ാമത്തെ വയസ്സിൽ ഒരു വിമാനയാത്ര നെടുമ്പാശ്ശേരിയിൽ നിന്നും നമ്മുടെ കണ്ണൂർ എയർപോർട്ടിലേക്ക് വിമാനയാത്ര ചെയ്ത ഒരു ചാച്ചൻ, ജോസഫ് കാട്ടൂർ എന്നാണ് ചാച്ചൻ്റെ പേര്. അപ്പോൾ ആ ചാച്ചൻ്റെ വീടിൻ്റെ മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ചാച്ചൻ വളരെ ആക്റ്റീവായി, എനർജിയായി, ഉഷാറൊക്കെ ആയിട്ട് ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് ആ ചാച്ചനോട് അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ 102ാം വയസ്സിലും നമ്മുടെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് കണ്ണൂർ വിമാനത്താവളത്തിലേക്ക് ഫ്ലൈറ്റിൽ ഒരു യാത്ര, ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു ഈ ചാച്ചന് ഒരു യാത്ര ചെയ്യണം എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഈ 101ാം ജന്മദിനം ആഘോഷിച്ചതിൻ്റെ ഫോട്ടോസൊക്കെയാണ് കാണുന്നത്. ജോസഫ് കാട്ടൂർ ചാച്ചനാണ്. അപ്പോൾ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ചാച്ചനോട് തന്നെ നമുക്ക് വിശേഷങ്ങൾ ചോദിച്ചറിയാം. ചാച്ച നമസ്കാരം. ചെവി ചെറിയ എങ്ങനെ കേൾക്കുള്ളൂ, അപ്പോൾ കുറച്ച് ഉറക്കെ ചോദിക്കണം. അപ്പോൾ ചാച്ചനോട് തന്നെ ചോദിക്കാം, വിമാനയാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? വിമാനയാത്രയൊക്കെ സുഖമായിരുന്നു. അങ്ങനെ വിമാനത്തിലും കയറി മക്കളെ, എൻ്റെ ഇളയ മകൻ തൃശ്ശൂര, അവൻ്റെ ജോലി നൈജീരിയ എന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അവൻ്റെ ഇളയ മകൻ്റെ കല്യാണം. അപ്പോൾ കല്യാണത്തിനൊക്കെ ഇവിടെ വന്ന് അതിന് മകനും മകളും കൂടെ തന്നെ ഇവിടുന്ന് ട്രെയിനിന് പോയി കണ്ണൂർ ജില്ലയിൽ വന്ദേ ഭാരതം ട്രെയിനിന് യാത്രയൊക്കെ പോയി അവിടെ പോയി വീട്ടിൽ സുഖമായിട്ടെത്തി. അതൊക്കെ കഴിഞ്ഞിട്ടാണ് വിമാനത്തിലൊക്കെ ഉണ്ട്. ഞാൻ പോയല്ലോ, എനിക്ക് പേടിയൊന്നും. പക്ഷെ ഞാൻ വിമാനം പൊക്കത്തിൽ കൂടെ പോകണതല്ലേ കണ്ടിട്ടുള്ളൂ, അടുത്തൊന്നും കണ്ടിട്ടില്ല. സാരമില്ല, ഞങ്ങളൊക്കെ പോകണല്ലോ. എന്തായാലും ഞങ്ങളെ നെടുമ്പാശ്ശേരി കൊണ്ടുപോയി. അതിൽ 2 പേരും കൂടെ, ഞങ്ങൾ 3 കൂടെ നെടുമ്പാശ്ശേരിയിൽ നിന്ന് വിമാനം കയറി കണ്ണൂർ വിമാനത്താവളത്തിൽ. അങ്ങനെ സുഖമായ ഒരു യാത്രയൊക്കെ കഴിഞ്ഞു. നെടുമ്പാശ്ശേരി ചെന്നിട്ട് എനിക്ക് ഏറ്റവും ഭയങ്കരമായ ഒരു കാഴ്ചയാണ്, വിമാനത്തിനേക്കാളും ഒരു ഭയങ്കര കാഴ്ച എയർപോർട്ടിനകത്ത് അവിടുത്തെ പരിപാടിയ കെട്ടിടങ്ങളെല്ലാം എന്തോ ഒരു ഭയങ്കരപ്പെട്ട കെട്ടിടങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ കയറി എൻ്റെ കയ്യെ പിടിച്ചിട്ടുണ്ട്. ഇങ്ങനെ കയറിയിട്ട് ഒരു സ്റ്റെപ്പ് ഇതെങ്ങനെ പാഞ്ഞെന്തോ കാണുന്നു. അവിടത്തേക്കൂടി കുറച്ചങ്ങ് കയറി സ്ലിപ്പ് തീരാപ്പിൽ മുട്ടുകുത്തി ഞാൻ വീണു. അപ്പോൾ അവൻ്റെ കയ്യിൽ അങ്ങനെ വിളിച്ചു. ഒരു അപകടം കൂടാതെ അവിടെ കയറി അതിനകത്തൂടെ എല്ലാവരും കണ്ടു. ഭയങ്കരമായ ഒരു കാഴ്ചയായിട്ട് അങ്ങനെ നെടുമ്പാശ്ശേരി കണ്ടു. അവിടെ നിന്നാണ് അങ്ങനെ കണ്ണൂരിലേക്കുള്ള പോയത്. കണ്ണൂർ വന്നിട്ട് കണ്ണൂർ പിന്നെ അത്ര ഒന്നുമില്ലെങ്കിലും കണ്ണൂരിൽ വന്നിട്ട് എയർപോർട്ടിനകത്തെ കെട്ടിടങ്ങളാണ് ഇനി എനിക്ക് ഭയങ്കരമാണ്. ഇതൊക്കെ എന്ന് തീർത്തു എന്നൊക്കെയാണ് സമ്മതിക്കേണ്ട ഇടപാടുകളാണ്. അപ്പം വിമാനത്തെ കഴിയുമ്പോൾ ഒരു പേടിയും തോന്നിയില്ല. അപ്പോൾ വിമാനത്തെ കളി അങ്ങനെ എടുക്കുക. എൻ്റെ ഏരിയ ഇങ്ങനെ അരിയായിരിക്കുന്നത്. അപ്പം എന്തായാലും കഴിഞ്ഞിട്ടേ ഞാനിങ്ങനെ പുറത്തോട്ട് നോക്കിയിട്ട് ഒന്നും കാണുന്നില്ല. അപ്പോൾ സൈഡിനൊരു കണ്ണാടി ചില്ലുണ്ട്. അതിൽ കൂടി ഞാൻ നോക്കുമ്പം അപ്പം വിമാനം നേരത്തെ പറഞ്ഞില്ല. അപ്പം നേരം കാണാം. നിലമൊക്കെ കണ്ടിട്ട് ഇങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പോൾ എന്തോ വ്യക്തിയായിട്ട് ഒരു കുടുക്കം പോലെ തോന്നി.
അപ്പം ഞാൻ എന്നോട് ചോദിച്ചു, എടാ ഇന്നലെ ഇത് പോകണില്ലേ, ഇത് പറഞ്ഞില്ലേ? അന്നേരം ഇപ്പം പോകുന്നു പറഞ്ഞു. അങ്ങനെ കുറഞ്ഞ് അങ്ങനെ പുറത്തോട്ട് പോയി കുറച്ചെണ്ണം മാറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇപ്പം പോയെന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു, നിലത്തുനിന്ന് പൊങ്ങി പുറക്കാൻ തുടങ്ങുന്നത്. അന്നേരം ഒരു പേടിയും തോന്നിയില്ല. സുഖമായ യാത്ര. അങ്ങനെ വിമാനയാത്ര കഴിഞ്ഞ് തിരിച്ച് മകനും മകളും കൂടെ ഇവിടെ കൊണ്ടുവന്ന് വിട്ടു. ഇനി ക്രിസ്മസിൻ്റെ കൂടെ വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് കഴിഞ്ഞ് അവൻ്റെ ജോലി സ്ഥലത്തേക്ക് പോകും, നൈജീരിയയിലേക്ക് പോകും. അങ്ങനെ ഒരു വിമാനയാത്ര ഈ വയസ്സാം കാലത്ത് നടത്തി. അപ്പോൾ നമ്മുടെ ചാച്ചൻ 102-ാം വയസ്സിൽ വിമാനയാത്ര ചെയ്തതിൻ്റെ ആ ഒരു സന്തോഷമാണ് ഇപ്പോൾ നമ്മോട് പങ്കുവെച്ചിരിക്കുന്നത്. അപ്പോൾ ചാച്ചൻ ഇവിടുന്ന് നമ്മളെ പണ്ട് മലബാറിലൊക്കെ കർഷകരൊക്കെ കുടിയേറി താമസിച്ച ഒരു ഫാമിലിയാണ്. അപ്പോൾ ആ ചാച്ചനോട് തന്നെ നമുക്ക് ചോദിച്ചു നോക്കാം. ചാച്ച, ഇവിടെ വന്നിട്ട് ഇപ്പം എത്ര വർഷമായി നമ്മുടെ ഇവിടെ വന്നിട്ട് കുടിയേറി? ആ കൃത്യമായിട്ട് പറയാൻ എനിക്ക് പരിചയമല്ല. ഒരുപാട് കാലമായല്ലേ. 102-ാമത്തെ വയസ്സിലേക്കാണ് ഇപ്പോൾ കടന്നിരിക്കുന്നത്. ചാച്ചനൊക്കെ ഇവിടെ വരുമ്പോ ഈ പ്രദേശമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? പ്രദേശം മുഴുവൻ കാടല്ലേ, ഭയങ്കര കാട്. അങ്ങനെ കാടെന്ന് പറഞ്ഞാൽ കാട്ടാന മാത്രം ഇവിടെയില്ല, ബാക്കിയുള്ള എല്ലാ മൃഗങ്ങളും ഉണ്ട്. കാട്ടുപോത്ത് വരെ ഇതിലെ വരുമായിരുന്നു, ഇവിടെ സ്ഥിരമില്ല. കാട്ടുപോത്ത് വേറെ കിളിപ്പള്ളി ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒന്ന് ഈ പറമ്പിൽ കൂടെ വന്ന് അങ്ങനെ കാട്ടുപോത്തിൻ്റെ ഒക്കെ പുറകെ നോക്കുകാരന് ഞാനൊക്കെ പോയിട്ടുണ്ട്. കൊണ്ടുപോയി മോളെ പോരാ മലയ്ക്ക് കൊണ്ടുപോയി അവിടെ ചെന്നിട്ട് പോരാ ചാടിപ്പോയി അങ്ങനെ റെഡിയെ തന്നു പറ്റില്ല. അങ്ങനെ കാട്ടുപോത്തിൻ്റെ പുറകെ പോയിട്ടുണ്ട്. അങ്ങനെ മലബാറി വന്ന് പണിയെടുത്ത് കാട് കൊത്തി ഒരു മരത്തെ കയറി കമ്പ് കൊത്തിയപ്പോഴൊരു കമ്പ് വന്നടിച്ചതാണ് കണ്ണ് പോയത്. ഈ കണ്ണ് കാഴ്ചയില്ല. മക്കളെ 2 ആണും 4 പെണ്ണും. ഇത് മൂത്ത മകൻ. പെണ്ണുങ്ങളെ എല്ലാവരെയും കല്യാണമോ കഴിച്ചു, ജോലിയൊക്കെ ചേർന്നു. പങ്കായ വാറ്റിയ കുമ്പേട. അപ്പോ നമ്മുടെ ചാച്ച നമുക്ക് പാടിത്തന്നത് ഒരു മാതാവിന്റെ പാട്ടാണ്. വളരെ അടിപൊളിയായിട്ടുണ്ട്. എഴുത്തൊന്നും പഠിച്ചില്ല. 1-ാം ക്ലാസ് 2-ാം ക്ലാസ് കൊണ്ട് കയറിയിട്ടേ ഉള്ളൂ. വിദ്യാഭ്യാസമൊന്നുമില്ല. എന്നാലും ഏത് മലയാളം കണ്ണ വായിക്കും. ഇപ്പൊ പേപ്പർ ഉണ്ടായാലും പേപ്പറില്ല, വലിയ ഇഷ്ടം വായിക്കാം. കണ്ണ പറ്റിയല്ല, പറ്റൂല. പത്രം കണ്ടാൽ വായിക്കണം, എല്ലാവരും വായിക്കാം. ഇനി വിമാനയാത്ര ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ? അയ്യോ, വിമാനയാത്ര ചെയ്യണമെന്ന് പറഞ്ഞാൽ ആഗ്രഹമില്ലെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മതി മതി. അന്ന് പണ്ട് ഇവിടെ വരുമ്പോ അന്നത്തെ വണ്ടികളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. വണ്ടികളൊക്കെ ഏതൊക്കെയായിരുന്നു? ഒരു വാഹനവും ഇല്ല ഇവിടെ. വാഹനം തലശ്ശേരിയിൽ നിന്ന് കൂട്ടുപുഴ വരെ ഞങ്ങൾ വരുന്ന സമയത്ത് 2 ബസ്സാണുള്ളത്. ഒന്ന് കരിക്കാസ് കരിയിട്ട് ഓടിക്കുന്നുണ്ട് എന്ന് പറയാൻ ഞങ്ങൾക്കൊന്നും അറിയത്തില്ലായിരിക്കും. ഒരു കരിക്കാസ് വണ്ടി വരുന്നുള്ളൂ. അതങ്ങനെ തലശ്ശേരി കൂട്ടുപുഴ. പിന്നെ തലശ്ശേരി കുന്നത്ത് MRS എന്നും പറഞ്ഞൊരു ബസ്സുണ്ട്. അത് കരിയൊന്നുമല്ല, അത് വള്ളത്തോട് വരെ വരുള്ളൂ. വള്ളത്തോട് ഒന്നിച്ച് മടക്കം പോകും. ഈ കരിക്കാസ് വണ്ടിയാണ് കൂട്ടുപുഴ വരെ പോണത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഇരുട്ടിയൊക്കെ പട്ടണമായില്ലേ. ഞങ്ങൾ വരും വീട്ടിൽ 3 കെട്ടിടമേ ഉള്ളൂ. 3 വൈക്കോൽ കെട്ടിടം. അത് കഴിഞ്ഞ് ഒരു ഓടിട്ട വരെയല്ല ഞാൻ ഇരുട്ടിയിൽ കച്ചവടക്കാർ. 3 വൈക്കോലും ഉണ്ട് മേഞ്ഞ് 3 കെട്ടിടങ്ങൾ. അപ്പോൾ നമ്മുടെ ചാച്ചൻ വന്ന കാര്യങ്ങളും അതേപോലെ തന്നെ വിമാനയാത്രയാണ് ഏറ്റവും കൂടുതൽ സ്പെഷ്യൽ. 102-ാം വയസ്സിലൊരു ആഗ്രഹം പണ്ട് നമ്മൾ ചെറിയ മോളിലൂടെ പോകുന്ന ചെറിയൊരു പക്ഷി പോകുന്ന പോലെ കാണുന്ന വിമാനം ചാച്ചൻ തന്നെ പറയുകയും ചെയ്തു. ആ വിമാനത്തിൽ കയറാൻ സാധിച്ചതിന് വളരെ സന്തോഷമാണ് കുറച്ച് നേരം നമ്മളോട് പങ്കുവെച്ചത്. അതേപോലെ തന്നെ അച്ഛൻ ഇപ്പോഴും ഈ പറമ്പിലൊക്കെ നടന്ന് കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട്. തുമ്പെടുത്ത് കളിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ചാച്ചനാണ്. അപ്പോൾ ചാച്ചൻ്റെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചാച്ചൻ്റെ മക്കളോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കാം. അപ്പോൾ ചാച്ച, ഓക്കെ,
പോകാനായോ? പോകാനായില്ല, മക്കളോടൊക്കെ ഒന്ന് ചോദിക്കട്ടെ. ഒരു പാട്ട് കൂടി പാടിത്തേ പോകുള്ളൂ. അപ്പൊ മക്കളോട് നമുക്ക് ചോദിച്ചു നോക്കാം ചാച്ചന്റെ വിശേഷങ്ങളൊക്കെ ഒന്ന്. ഇപ്പോൾ നമ്മുടെ ചാച്ചന്റെ വിശേഷങ്ങളൊക്കെ ചാച്ചനോട് തന്നെ നമ്മൾ ചോദിച്ചറിഞ്ഞു. ഇപ്പോൾ ചാച്ചന്റെ മകനും അതുപോലെ തന്നെ കൊച്ചുമകനും ഉണ്ട്. അത് തന്നെ മകനോട് നമുക്ക് ചോദിക്കാം. എന്താ പേര്? എൻ്റെ പേര് വിളിക്കുന്നത് മാമച്ചൻ, പേര് വർക്കി. എങ്ങനെയുണ്ട് നമ്മുടെ ചാച്ചൻ്റെ ഇപ്പോൾ ഈ 102-ാം വയസ്സിൽ വിമാനയാത്രയും ചാച്ചൻ്റെ ഇപ്പോഴത്തെ ജീവിത രീതികളൊക്കെ എങ്ങനെ? ചാച്ചൻ്റെ വിമാനയാത്ര എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊരു വലിയൊരു അഭിമാനമായിട്ടാണ് തോന്നുന്നത്. കാരണം ഇത്രയും പ്രായത്തിൽ ഇപ്പം ഇങ്ങനെ ഒരു ഫ്ലൈറ്റിലൊക്കെ കയറി വന്നതിൽ അത് മറ്റസുഖങ്ങളൊന്നുമില്ല. അപ്പോൾ അതിൽ ഏറ്റവും നന്ദി പറയുന്നു. പിന്നെ ചാച്ചനും ചാച്ചൻ്റെ 9 സഹോദരങ്ങളും, ഇവർ 10 മക്കളായിരുന്നു. ആ 10 മക്കൾ ഒന്ന് നാട്ടിൽ നിന്ന് തന്നെ മരിച്ചു. ബാക്കി 9 സഹോദരങ്ങളും ചാച്ചനും ചാച്ചൻ്റെ അപ്പനും അമ്മയും കൂടെ കൂടിയാണ് 46-ൽ മലബാറിൽ വന്നത്. അപ്പം അങ്ങനെ ഇവിടെ വലിയ ഘോര വനങ്ങളായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ ഇവിടെ വന്ന് ചെറിയ തോതിലുള്ള മാടങ്ങളൊക്കെ വെച്ച് അന്നെല്ലാം തറവാട്ടിലാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത്. അന്ന് വീടില്ല, ഒറ്റ വീട്ടിൽ തന്നെ താമസിച്ചുകൊണ്ടിരുന്ന് ഓരോരുത്തരുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഓരോരുത്തർ ഓരോ ഭാഗത്തേക്ക് വിട്ട് അവസാനം ഈ 9 സഹോദരങ്ങളിൽ ഇനിയിപ്പം ചാച്ചൻ മാത്രമേ ജീവിച്ചിരിക്കുന്നുള്ളൂ. ബാക്കി ചാച്ചൻ്റെ ഏറ്റവും ഒരനുജൻ ഈ ഒരു മാസമേ ആയുള്ളൂ മരിച്ചിട്ട്. പുള്ളി ഏതാണ്ട് 98 വയസ്സിൽ. ഇനിയിപ്പോൾ ആ വകയിൽ ചാച്ചൻ മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഞങ്ങൾ 7 മക്കളായിരുന്നു. അതിൽ 6 പേര് ഇപ്പം ജീവിച്ചിരിപ്പുണ്ട്. ഒന്ന് ചെറുപ്പത്തിലെ തന്നെ മരിച്ചുപോയി. അമ്മ മരിച്ചിട്ട് 13 വർഷമായി. അങ്ങനെ സന്തോഷമായിട്ട് ഇപ്പോഴും ചാച്ചൻ പറമ്പിൽ പണിയെടുക്കുന്നു, ഷീറ്റ് അടിക്കുന്നു. ഇപ്പം ഞങ്ങൾ പോപ്പരെ കയറ്റിയല്ല, അത് കണ്ടില്ലെങ്കിൽ അതും ചെയ്യും. അതുപോലെ തന്നെ കോവിഡ് പിടിച്ച കാലത്ത് 76 ദിവസം വെള്ളം പോലും കുടിക്കാതെ പട്ടിണി കിടന്നപ്പോൾ ഇപ്പം മരിക്കും എന്നുള്ള ഒരവസ്ഥ വന്നു കഴിയുമ്പോൾ വേഗം ഞങ്ങൾ കൊണ്ടുപോയി ട്രിപ്പ് ഇട്ട് ആശുപത്രി കടത്തൂല്ല. ആ ട്രിപ്പ് ഇട്ട് കയറി കഴിഞ്ഞാൽ അന്നേരം അഞ്ഞ് വരും. പിന്നെ ഒരു 4-5 ദിവസത്തേക്ക് നല്ല ഉഷാറാണ്. ഇപ്പോഴും സ്വന്തമായിട്ട് ഷേവ് ചെയ്യുന്നത് പുള്ളി തന്നെയാണ്. അങ്ങനെയൊക്കെയാണ് ചാച്ചൻ്റെ പരിപാടികളൊക്കെ. ഇപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞ് കേൾപ്പിക്കാൻ പാടാണ്. അതെ, കണ്ണറിയത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാലും പേപ്പറെല്ലാം ഇപ്പോഴും ഇങ്ങനെ ഇരുന്ന് ശ്രദ്ധിച്ച് നോക്കിയൊക്കെ വായിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാകാത്ത ചോദിക്കും അത് എന്നതാണെന്ന് ചോദിക്കും. അപ്പം ഞാൻ പറയും ചാച്ച അത് എനിക്കറിയത്തില്ല, എനിക്ക് കണ്ണാടി വെക്കാതെ എനിക്ക് തിരിയില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞ് പുള്ളിയെ മനസ്സിലാക്കും. അതുപോലെ ചിലപ്പോൾ ചോദിക്കും ഇത് വഴിയെ പോണതാരാ? അതിപ്പം വഴിയല്ലേ, ആരൊക്കെയാണെന്നുള്ളത് ഇപ്പം നമുക്കറിയാവോ? പിന്നെ ഈ ശകലം നേരം ചുമ്മാതെ ഇരിക്കുകയല്ല, എന്തെങ്കിലുമൊക്കെ ചെയ്തിരിക്കും. 11:30 വരെ. അത് കഴിഞ്ഞ് വന്ന് അന്നേരം കുളിച്ച് ചില ഭക്ഷണമൊക്കെ കഴിച്ച് കയറി കിടക്കും. ഇപ്പോൾ ഒരു 3:30 വരെ കിടന്നുറങ്ങിക്കോളൂ. അതുപോലെ തന്നെ 5 മണി ആയി കഴിഞ്ഞ് ഒരു ചായ, അതിന് കഴിയൊന്നും വേണ്ട, ആ ചായ വേണം. അത് കഴിഞ്ഞാൽ അതുപോലെ തന്നെ കൃത്യം 8 മണിക്ക് വൈകിട്ടത്തെ അത്താഴം. ആ 8 എന്ന് പറഞ്ഞാൽ എൻ്റെ അനിയനൊക്കെ വരുന്ന സമയത്ത് പറയും ചാച്ചാ നമുക്കൊരു കുറച്ച് കഴിഞ്ഞിട്ട് അന്നേരം പറയും നിങ്ങൾ പാതിരാത്രിക്കോ വെളുക്കപ്പുറത്തോ എപ്പം വേണേലും കഴിച്ചു, എൻ്റെ നിങ്ങൾ തന്നേക്കാൻ പറയും. അങ്ങനെ വെച്ചാൽ കൃത്യസമയത്തുള്ള ഭക്ഷണം, കൃത്യസമയത്തുള്ള ഉറക്കം. പിന്നെ കള്ളും ചാരായും ഒന്നും കുടിച്ച് ആരോഗ്യമൊന്നും കളഞ്ഞിട്ടില്ല. അതിൻ്റെയൊക്കെ ഒരു ഗുണമായിരിക്കാം. അപ്പോൾ നമ്മൾ 101-ാം ജന്മദിനം വളരെ ഗംഭീരമായിട്ട് ആഘോഷിച്ചു. ഇനിയിപ്പോൾ 2 മാസം കൂടി കഴിഞ്ഞാൽ 102-ാമത്തിലേക്ക് കയറും. വളരെ സന്തോഷമായിട്ട് പോകുന്നു. കുഴപ്പങ്ങളൊന്നുമില്ല. നമ്മുടെ കൊച്ചുമോനാണ് ഇരിക്കുന്നത്. എങ്ങനെയാ നമ്മളെ മുത്തച്ഛന്റെ വിശേഷങ്ങളൊക്കെ? മുത്തച്ഛൻ്റെ ഞങ്ങളുടെ ഏറ്റവും വലിയൊരു അഭിമാനം. നമ്മളെ പേര്? എൻ്റെ പേര് ഷിൻഡോ. ഇവിടെ തന്നെയാണ്. എങ്ങനെയുണ്ട് ചാച്ചനാണ് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു സംഭവം. കാരണം ചാച്ചനാണ് ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും തുടക്കം മുതലേ പറഞ്ഞ് മനസ്സിലാക്കി തന്നുകൊണ്ടിരുന്നത്. പിന്നെ നമ്മുടെ തലമുറകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പം ഞാൻ എൻ്റെ പിന്നെ ചാച്ചൻ്റെ അനിയൻ്റെ മക്കള്, അവരുടെ കുഞ്ഞുമക്കള്, അങ്ങനെയാണ് ഞങ്ങളിപ്പം 4ാമത്തെ തലമുറ ആണ് ഇപ്പോൾ ഉള്ളത്. 102 നമുക്കൊരു ഗംഭീരാക്കണം, 101-നേക്കാളും മികച്ച രീതിയിൽ. അത് നമുക്കൊരു വിമാനത്തിൽ തന്നെ ആക്കിയാലല്ലേ? വിമാനയാത്ര ഒരുപാട് കുടുംബയോഗം കൂടെ ഞങ്ങൾ 26-ാം തീയതി ഞങ്ങളുടെ ഒരു കുടുംബയോഗം കൂടി ഞങ്ങൾ സംഘടിപ്പിക്കുകയാണ്. തന്നെ നടത്താൻ തറവാട്ട് വെച്ച് തന്നെ ചാച്ചനെ കൂടി ഉൾപ്പെടുത്തി എല്ലാവരെയും ഉൾപ്പെടുത്തി ഞങ്ങളൊരു കുടുംബയോഗം കൂടി നടത്തുകയാണ് 26-ാം തീയതി. ചാച്ചന ആഹാരത്തിനൊക്കെ കൃത്യനിഷ്ഠയുണ്ട്. ആ സമയത്തിന് ചായ, ചോറ് ഒക്കെ കൊടുക്കണം. വിമാനയാത്ര കഴിഞ്ഞു വന്നിട്ടേ എന്താ പറഞ്ഞേ? വിമാനയാത്ര കഴിഞ്ഞു വന്നിട്ട് അടിപൊളിയായിരുന്നു, യാത്രയൊക്കെ സുഖമായിരുന്നു. അയ്യോ ഇങ്ങനെ ഒരു യാത്ര എനിക്ക് ചെയ്യാൻ പറ്റിയല്ലോ എന്ന് ഓർക്കുക എന്നൊക്കെ പറഞ്ഞു. അച്ഛൻ്റെ തറവാട്ടിലെ
മകൻ്റെ ഭാര്യയാണ്. അപ്പം ഞാനും ഭർത്താവ് വീട്ടിലുള്ളൂ. എല്ലാ ഒന്നിടവിട്ട ദിവസങ്ങളിലും മിനിയെ എന്ന് വിളിച്ചുകൊണ്ട് അവിടെ വരും, വിശേഷങ്ങളൊക്കെ പറയും. ഞാനൊരല്പസമയം എത്ര തിരക്കാണെങ്കിലും മെനക്കെട്ടുന്ന ചെവിയിൽ അത്യാവശ്യം ചോദിക്കുന്നതിനൊക്കെ മറുപടി പറയും. അതുകൊണ്ടാണ് അങ്ങോട്ട് വരുന്നത്. ഒരു ഗ്ലാസ് ചായയൊക്കെ കൊടുത്ത് ഒരു മണിക്കൂർ ഇരുന്ന് സന്തോഷമായിട്ട് പോരാറുണ്ട്. കണ്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു വിഷമമാണ്. പിന്നെ വിമാനയാത്ര കഴിഞ്ഞ് വന്ന് പിറ്റേ ദിവസം തന്നെ വന്നു വിശേഷങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട്. വിമാനത്തെ കയറിയിട്ട് പേടിയൊന്നും തോന്നിയില്ല. എയർപോർട്ട് കണ്ടതാണ് ഏറ്റവും വലിയൊരു അത്ഭുതം, ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതമാണെന്ന് എന്നോട് പറഞ്ഞത്. ഇതൊക്കെ എപ്പോൾ ഇങ്ങനെയൊക്കെ സൃഷ്ടിച്ചു, അതിനകത്ത് കയറി കഴിഞ്ഞാൽ അവിടുത്തെ വൃത്തിയാണ് ഭയങ്കരമെന്ന് പറഞ്ഞു. പിന്നെ എസ്കലേറ്ററിൽ കയറിയ കാര്യമൊക്കെ പറഞ്ഞു. ഇടയ്ക്ക് ചോദിക്കും, നീ കയറിയിട്ടുണ്ടോ വിമാനത്തിൽ? ഞാൻ പറഞ്ഞു ഞാൻ കയറിയിട്ടുണ്ട്. എന്നാൽ ഇപ്പം നിന്നോട് കൂടുതൽ പറയുന്നില്ല. പിന്നെ ഇങ്ങനെ ഓരോന്നോർത്ത് പറയും. അങ്ങനെ കുറേ ദിവസങ്ങളായിട്ട് ഇപ്പോൾ അതിൻ്റെ ചർച്ചയിലൊക്കെ ആയിരുന്നു. ചാച്ചനെ പറ്റി പറയുവാണെങ്കിൽ ഞാനാണ് തറവാട്ടിലുള്ളയാൾ. അപ്പോൾ ഒന്നരാടം വെച്ച് വീട്ടിൽ വരുന്ന ആളാണ്. എനിക്ക് ഈ വിമാനയാത്രയെപ്പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നുന്നത് പുള്ളി വിമാനത്തെ കയറിയാലും ഒരു ഭയങ്കര എന്ന് പറഞ്ഞാൽ എസ്കലേറ്ററിൽ കയറിയതാണ്. അതൊരു ഭയങ്കര ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം നമ്മൾ തന്നെ അതിലൊന്ന് കയറാൻ വരുമ്പോൾ നമ്മൾ തന്നെ വീഴാൻ പോകും. പുള്ളിക്കാവുന്ന ഒരു പേടിയില്ലാണ്ട് വളരെ ധൈര്യത്തോടു കൂടി മകൻ്റെ കൈ പിടിച്ച് അതിൽ കയറി വളരെ സന്തോഷത്തോടുകൂടി എസ്കലേറ്ററിൽ വന്ന് ഇറങ്ങുന്ന രംഗവും അതെല്ലാം ഞങ്ങൾ വീഡിയോയിൽ പിടിച്ചിട്ടുമുണ്ട്. അപ്പോൾ അത് പിന്നെ ചാച്ചൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ എപ്പോഴും കൃത്യനിഷ്ഠ ആണ് പുള്ളി. രാവിലത്തെ ഭക്ഷണം അതുപോലെ ഒരു 11 മണി വരെ പുള്ളി പറമ്പി പണിയെടുക്കും. അത് കഴിഞ്ഞ് 2 മണിക്കൂർ കിടന്നുറങ്ങും. വീണ്ടും ഉച്ചയ്ക്കത്തെ ഭക്ഷണം. അപ്പോൾ ഭക്ഷണമൊക്കെ കൃത്യസമയത്ത് കഴിക്കും. പിന്നെ ഏറ്റവും നല്ലൊരു അനുഗ്രഹം എന്ന് പറഞ്ഞാൽ സ്വന്തം കാര്യങ്ങൾ ആരെ ആശ്രയിക്കാതെ സ്വന്തം കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. കക്ഷി തന്നെയാണ് എല്ലാ കാര്യങ്ങളും സ്വന്തമായിട്ട് പുള്ളിയുടെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങളെ എല്ലാം വളരെ സ്നേഹത്തോടുകൂടിയൊക്കെ സംരക്ഷിക്കുന്നു. ആരോടും ഒരു പരാതിയും പരിഭവവും ഒന്നും പറയാതെ ഇന്നും സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞങ്ങൾക്ക് വളരെ അഭിമാനത്തോടുകൂടി ആണ് ഞങ്ങൾ പാപ്പനെ കാണുന്നത്. ഞങ്ങൾ പി പാപ്പൻ എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ ചാച്ചൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ചാച്ചൻ്റെ ഒരുപാട് വിശേഷങ്ങളൊക്കെ നമ്മൾ ചോദിച്ചറിഞ്ഞു. നല്ല പാട്ടൊക്കെ, ഒരു മാതാവിൻ്റെ പാട്ടൊക്കെ നമുക്ക് പാടിത്തന്നു. അപ്പോൾ 101 വയസ്സ് ആഘോഷിച്ച് അടിപൊളിയായിട്ട് ഇനി 102 ഇനിയിപ്പോൾ 2 മാസത്തിനുള്ളിൽ നമ്മൾ ആഘോഷിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. എല്ലാം വളരെ ഗംഭീരമായി ആഘോഷിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ചാച്ചാ, വിമാനത്തിൽ ഒന്നുകൂടി ഒന്ന് യാത്ര ചെയ്യണം അല്ലേ? ആയിക്കോട്ടെ. അപ്പോൾ ചാച്ചന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. 102 വയസ്സിലേക്ക് കടക്കുന്ന ചാച്ചന് ഇനിയും വിമാന യാത്രകളിൽ നല്ല നല്ല ആഘോഷങ്ങളിലൊക്കെ മക്കളെയും കൊച്ചുമക്കളുടെ കല്യാണത്തിനും അതുപോലെ തന്നെ ഒരുപാട് ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ ചാച്ചന് സാധിക്കട്ടെ എന്ന് ഏജനറ്റ് ആശംസിക്കുകയാണ്. അപ്പോൾ ഓക്കെ, വന്നിട്ടുണ്ടോ അവർക്ക് ഞാൻ എന്താ നന്ദി അറിയിക്കണ്ടേ? പറഞ്ഞോ. പത്രക്കാർ വന്നവർ അവരോട് എൻ്റെ സ്നേഹവും നന്ദി അറിയിച്ചു കൊള്ളുന്നു കേട്ടോ. ഓക്കെ. അപ്പോൾ ചാച്ചൻ നമുക്ക് നമ്മളെ പത്രക്കാർക്ക് ഒരു സ്നേഹവും നന്ദിയൊക്കെ അറിയിച്ചിട്ടുണ്ട്. അത് മറക്കാതെ തന്നെ ചാച്ചൻ അത് പ്രത്യേകം അത് ഓർത്തെടുത്ത് പറയുകയും ചെയ്തു. അപ്പോൾ ചാച്ചൻ എല്ലാവിധ ആശംസകളും ഏജനറ്റ് നേരുകയാണ്. പറഞ്ഞ പോലെ പിറന്നാളും എല്ലാ ആഘോഷങ്ങളും നല്ല രീതിയിൽ ചാച്ചൻ ആഘോഷിക്കാൻ സാധിക്കട്ടെ എന്ന് ഏജനറ്റ് ആശംസിക്കുന്നു. ക്യാമറമാൻ ഷിജോ അബ്രഹാമിനൊപ്പം ശ്രീവേഷ്കർ, ഏജനറ്റ് ന്യൂസ്. മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ ഏജനറ്റ്. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ 9447691771 9074215391. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജനറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പയ്യാവൂരിനെ ഇളക്കിമറിച്ച് ഹോംസ്കേപ്പിന്റെ പുതിയ തുടക്കം. അതെ, ഫർണിച്ചർ ഇന്റീരിയർ ഉൽപ്പന്നങ്ങളുടെ വിപുലമായ ശേഖരവുമായി ഹോംസ്കേപ്പ് പയ്യാവൂരിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇത് മലയോര മേഖലയിലെ വീടുകൾക്കായുള്ള പുതുപുത്തൻ തുടക്കം. ഇനി മികച്ച ഫർണിച്ചർ ഉൽപ്പന്നങ്ങൾ തേടി മലയോര ജനതയ്ക്ക് ദൂരദേശങ്ങളിലേക്ക് പോകേണ്ടതില്ല. വിശാലമായ കളക്ഷൻ, ഈസി EMI, മികച്ച ഗുണനിലവാരം, ആകർഷകമായ ഓഫറുകൾ, ഹൃദ്യമായ സർവീസ്, ഇവയെല്ലാം ഹോംസ്കേപ്പിന്റെ സവിശേഷതകളാണ്. ഇത് ഫർണിച്ചർ ഉൽപ്പന്നങ്ങൾക്കായുള്ള വൺ സ്റ്റോപ്പ് ഡെസ്റ്റിനേഷൻ ഹോംസ്കേപ്പ്, കാക്കത്തോട്, പയ്യാവൂർ.